സ്വന്തം വീടിന്റെ സ്വകാര്യതയിൽ, കുടുംബാംഗങ്ങളുടെ കരുതലിൽ പ്രസവിക്കാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല. എന്നാൽ ഈ ആഗ്രഹത്തിനും മേലെയാണ് ജീവന്റെ വില എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ഒട്ടേറെ ശാരീരിക മാനസിക വ്യതിയാനങ്ങൾ അവളിൽ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾ ശരിയായി മനസ്സിലാക്കുകയും അപഗ്രഥിച്ചു പഠിക്കുകയും ചെയ്തതിലൂടെ രൂപപ്പെടുത്തിയ ഇടപെടലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗൈനക്കോളജിസ്റ്റുമാർ ഒരേ മനസ്സോടെ ചെയ്തതിലൂടെയാണ് നമ്മുടെ മാതൃമരണ നിരക്ക് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക നിലയിലേക്ക് നമുക്ക് എത്തിക്കാനായത്. 5000 പ്രസവങ്ങൾ നടക്കുമ്പോൾ 1-ൽ താഴെ മാതൃമരണങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ 6-ൽ താഴെ ശിശുമരണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ദേശീയ നിലവാരത്തേക്കാൾ വളരെ മികച്ചതാണ് ഈ നിരക്കുകൾ. ആ സ്ഥാനത്താണ് 382 വീട്ടുപ്രസവങ്ങളിൽ നിന്ന് ഒരു മാതൃമരണവും 29ഓളം ശിശുമരണങ്ങളും സംഭവിച്ചിരിക്കുന്നത്. അമിത രക്തസ്രാവത്തിലൂടെ വന്ന ഈ മാതൃമരണം തീർച്ചയായും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നു. ഒഴിവാക്കാൻ കഴിയുന്ന മാതൃമരണങ്ങൾ ഒഴിവാക്കപ്പെടുക തന്നെ വേണം. വീട്ടുപ്രസവം എന്ന മോഹവലയത്തിൽപ്പെടുത്തി നമ്മുടെ സ്ത്രീകളെ മരണത്തിലേക്ക് തള്ളിവിടരുത്. വികസിത രാജ്യങ്ങളിലെ വീട്ടുപ്രസവങ്ങളെക്കുറിച്ച് പരാമർശിച്ചു കണ്ടു. മാതൃമരണ നിരക്ക് വളരെ കുറവുള്ള അമേരിക്ക, ബ്രിട്ടൻ, സ്കാൻഡിനേവിയൻ കൺട്രീസ് തുടങ്ങിയ ഇടങ്ങളിൽ അപൂർവമായി വീട്ടുപ്രസവങ്ങൾ നടക്കുന്നുണ്ട്. പ്രസവം നടത്തുന്നതിനും അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അവ തരണം ചെയ്യുന്നതിനും പരിശീലനം സിദ്ധിച്ച മിഡ്വൈഫുമാരുടെ സഹായത്താലാണ് ഇത്തരം ഇടങ്ങളിൽ ഹോം ഡെലിവറി നടക്കുന്നത്. മാത്രവുമല്ല, ആരോഗ്യ സംവിധാനങ്ങളുമായി വ്യക്തമായ ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് അവിടെ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ നടന്ന 3 വീട്ടുപ്രസവ മാതൃമരണങ്ങളിലും അമിത രക്തസ്രാവമായിരുന്നു മരണകാരണം. സാധാരണഗതിയിൽ പ്രസവം നടന്നു കഴിഞ്ഞാൽ കുഞ്ഞും മറുപിള്ളയും ഫ്ലൂയിഡും പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം ഗർഭപാത്രം ചുരുങ്ങി വളരെ ചെറിയ സൈസിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഗർഭപാത്രം ചുരുങ്ങിയില്ല എങ്കിൽ കേവലം 8 മിനിറ്റ് കൊണ്ട് സ്ത്രീയുടെ ശരീരത്തിലെ മുഴുവൻ രക്തവും പുറത്തു പോകും. 1.5 ലിറ്റർ രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ തന്നെ അവളുടെ സ്ഥിതി അതീവ ഗുരുതരമാകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. വീട്ടുപ്രസവം എന്ന പ്രലോഭനത്തിലൂടെ അവളുടെ ജീവൻ നഷ്ടമാകാൻ ഇടയാകരുത്. അവൾ നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. ജീവിക്കാനുള്ള അവളുടെ അവകാശത്തെ ധ്വംസിക്കരുത്.